നമസ്കാരം. ബിവറേജ് ഔട്ട്ലെറ്റിന് തീയിട്ടത് 20 കോടി തട്ടാനോ? ബിവറേജസ് ഗോഡൌണിലെ തീപിടുത്തം ആസൂത്രിതമല്ലേ? ആണ് എന്നാണ് പറയേണ്ടത്. കാരണം നിരവധിയാണ്. ഇപ്പോൾ നമ്മൾ അറിയുന്നത് തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഗോഡൌണിലെ തീപിടുത്തത്തിൽ പ്രാഥമികമായി 10 കോടി രൂപയുടെ നഷ്ടം എന്ന് പറഞ്ഞുവെങ്കിലും അത് 20 കോടിക്ക് മുകളിലേക്ക് എത്താനാണ് സാധ്യത എന്നുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെയുണ്ടായി? പറയാൻ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുക എപ്പോഴും വില്ലനായി എത്തും. എന്നാൽ അതാണോ കാരണം? അല്ല. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ചോരുന്ന പണം പാവപ്പെട്ടവൻ്റെതാണ് എന്ന് മറന്നു പോകരുത്. സർക്കാരിന് മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ മദ്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല ഈ സർക്കാരിനെന്നല്ല ഒരു സർക്കാരിനും. അപ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന പണമാണ് കേരളത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നാണ് LDFിൻ്റെ അവകാശവാദം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തീപിടുത്തം ഒരു ആസൂത്രിതമെന്ന് പറയാൻ കാരണം 45,000 കേസ് മദ്യമാണ് കത്തി നശിച്ചത്. പ്രാഥമികമായിട്ട് ഞാൻ പറഞ്ഞ 10 കോടി എന്ന് പറഞ്ഞുവെങ്കിലും നഷ്ടം 20 കോടിക്ക് മുകളിലേക്ക് എത്തുവാൻ സാധ്യതയുള്ള മദ്യം. അപ്പോൾ ഇത്രയും മദ്യം നശിപ്പിച്ചാൽ കിട്ടുന്ന ലാഭം ആർക്കാണ്? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മദ്യലോബിയാണ്. അവർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരും കൂടിയാകുമ്പോൾ സംഭവം എളുപ്പമാകുന്നു. എല്ലാ പേർക്കും കൈമണി ഇഷ്ടം പോലെ ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് ഇനി പറയുന്നത് കത്തിപ്പോയത് പഴകിയ മദ്യം എന്ന പേരിൽ ഇത്രയും കോടി രൂപ നഷ്ടം വരുന്നുവെന്നതിലല്ല. പകരം വീണ്ടും കൂടുതൽ മദ്യം സ്റ്റോക്ക് ചെയ്യാൻ പാകത്തിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കത്തിയാലും കത്തിച്ചാലും ആർക്ക് നഷ്ടം? ആർക്കും നഷ്ടമില്ല. പാവപ്പെട്ടവന്റെ പോക്കറ്റ് കാലിയാകുമെന്നല്ലാതെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ കത്തിച്ചതും കത്തിയതുമൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. പക്ഷേ ഈ കാഴ്ചകൾക്കപ്പുറം ഒരു പിന്നാമ്പുറ കാഴ്ചയുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ വൈദ്യുത സർക്യൂട്ടിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട്, വൈദ്യുതിയിൽ ഉണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ട്, ആ ഷോർട്ട് സർക്യൂട്ട് കാരണം ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞു വരുന്നുണ്ട്. രാത്രി 8 മണിക്ക് കത്തിപ്പിടിക്കുമ്പോൾ അതിനടുത്ത് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നിന്നുള്ള വെൽഡിംഗ് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ട് വന്നതാകാം എന്ന് പറയുന്ന തരത്തിലുള്ള ചില കഥകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നുണക്കഥകളും കള്ളക്കഥകളും പ്രചരിപ്പിച്ച് ഒരു ഗോഡൌണിനെ മുഴുവൻ കത്തി നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു അന്വേഷണത്തിൽ ഒതുക്കുന്നു. ആ അന്വേഷണം കഴിയുമ്പോൾ എല്ലാം ശുദ്ധശൂന്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കത്തിയതും കത്തിച്ചതും കത്തിപ്പോയതുമൊക്കെ പഴകിയ മദ്യമാണ് എന്ന് പറഞ്ഞു വെക്കാം. പക്ഷേ 10 കോടിയിലധികം നഷ്ടം വരുന്ന അല്ലെങ്കിൽ 20 കോടിയിലേക്ക് എത്താവുന്ന നഷ്ടം ഉണ്ടാക്കിയ ഈ സ്ഥിതിവിശേഷത്തിന് പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാർ ആരാണെന്ന് കണ്ടെത്തേണ്ടതല്ലേ? നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യത്തെ ഉപയോഗിക്കുന്നതുകൊണ്ടും മദ്യ ഉപഭോഗം കൂടുന്നത് കൊണ്ടും തന്നെ മദ്യത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. വേണമെങ്കിൽ ഇതിൽ കൂടുതൽ നടക്കുവാനുള്ള സാധ്യതകൾ ഇനിയും ഉണ്ടാകാം. ഈ കത്തിച്ചു കളഞ്ഞ മദ്യം തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മദ്യലോബികൾക്കും മദ്യരാജാക്കന്മാർക്കും വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നതാണ്. പുതുതായി എത്തപ്പെടുന്ന ഡിസ്റ്റിലറികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പഴയ ഡിസ്റ്റിലറികളിൽ നിന്ന് എത്തുന്ന ഈ മദ്യത്തെ സ്വീകരിക്കുവാനും ഈ പഴകിയത് എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനും വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തുന്ന ഈ കുൽസിത പ്രവൃത്തിയുടെ പിന്നിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ബിവറേജസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അതിനകത്തെ തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സർക്കാർ വെറും നോക്കുകുത്തിയായി പോകുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാനിവിടെ. അപ്പോൾ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത് കത്തി എന്ന് പറയപ്പെടുന്നത് ഒരിക്കലുമല്ല, ഇത് കത്തിച്ചത് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് മദ്യലോബികളുടെ കയ്യിൽ നിന്ന് പിൻപണം നേടുന്നവരുണ്ട്, ഇതിനകത്ത് അഴിമതിപ്പണം സ്വീകരിക്കുന്നവരുണ്ട് ഇതിനകത്ത്. അത് സർക്കാരാണെങ്കിലും സർക്കാർ ലോബികളാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും ബിവറേജസ് കോർപ്പറേഷനിലെ തൊഴിലാളികളാണെങ്കിലും ആരാണെങ്കിലും ചെയ്തു കൂട്ടിയത് തെണ്ടിത്തരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഈ ബിവറേജസ് കോർപ്പറേഷനിൽ ഇപ്പോൾ നടന്ന ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇത് ഒരു കഥ മാത്രമല്ല. ഈ ഗോഡൌണിനോട് ചേർന്നിട്ടുള്ള ജവാൻ മദ്യനിർമ്മാണശാലയുണ്ട്. അവിടെ ഈ ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്പിരിറ്റ് ടാങ്കുകളുടെ ഭാഗത്തേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു വലിയ അപകടമായതിനെ ഉണ്ടായത്. ഈ കഴിഞ്ഞ മെയ് മാസം 5-ാം തീയതി മലപ്പുറത്ത് പൊന്നാനിയിൽ ഒരു പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റിന് നേരെ പെട്രോൾ ബോംബ് എറിയുന്നു. നാശനഷ്ടം ഉണ്ടാകുന്നു. പക്ഷെ അവിടുത്തെ നഷ്ടം വലിയ നഷ്ടമായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട്, അതായത് വലിയ ആൾനാശം ഉണ്ടായില്ല, ആളപായം ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ അതാരും ശ്രദ്ധിച്ചതുമില്ല. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് മലയാളിയുടെ മദ്യപാന ശീലം എന്ന് പറയപ്പെടുന്നത്.
കള്ളും ചാരായവും വാറ്റുചാരായവും ഒടുവിൽ വിദേശ മദ്യത്തിൽ എത്തി നിൽക്കുകയാണ് മലയാളിയുടെ മദ്യശീലം എന്ന് പറയപ്പെടുന്നത് തന്നെ. അതിൽ തന്നെ കേരളം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു സർക്കാരിൻ്റെ മദ്യനയം എന്ന് പറയപ്പെടുന്നത്. പലപ്പോഴും മദ്യനയം നമ്മൾ കണ്ടും കേട്ടും മടുത്തു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടൻ തന്നെയും നിലവിലുള്ള മദ്യനയം കാലോചിതമായി പരിഷ്കരിക്കുമെന്നും മദ്യനിരോധനമില്ല, മദ്യവർജനമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുകയും ചെയ്തത് നമ്മൾ കേട്ടതാണ് 2016. എന്നാൽ ഇത് എന്തെങ്കിലും നടന്നോ? അന്ന് നിലവിലിരുന്ന 740 ബാറുകൾ ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടുവാൻ അന്നത്തെ UDF സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിലെ സാങ്കത്യം പലരും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ മദ്യനിരോധനത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കോൺഗ്രസിലെ മൂപ്പിളമ തർക്കവും, അതായത് ഉമ്മൻചാണ്ടിയും സുധീറുമൊക്കെ ആയിട്ടുള്ള തർക്കവും മാത്രമായിരുന്നു ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്ന് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും പ്രതികരണങ്ങളും വഴി തെളിഞ്ഞു എന്നുള്ളതാണ്. അന്ന് നമുക്കറിയാം മദ്യനയം വോട്ടിൽ UDFന് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലവും തെളിയിച്ചു. ഉമ്മൻചാണ്ടി തോറ്റ് വീട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ LDF സർക്കാർ വന്നപ്പോൾ പെട്ടിക്കടയിൽ വരെ മദ്യം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തു. അടച്ചുപൂട്ടിയ 740 ബാറുകൾക്ക് പുറമെ അതിലധികം ബാറുകൾ നൽകുകയും മദ്യവ്യവസായം നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു LDF സർക്കാർ. ഏകദേശം 278 ബിവറേജ് ഔട്ട്ലെറ്റുകൾ വഴിയും മദ്യം സുലഭമാക്കിയ സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ 740 ബാറുകൾ അന്ന് പൂട്ടിയിരുന്നില്ല. അവിടെ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പ് കൊടുത്തിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽക്കുവാനുള്ള ലൈസൻസ് മാറ്റി ബിയറും വൈനും മാത്രം കൊടുക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക്, അങ്ങനത്തെ ലൈസൻസ് ആക്കി കച്ചവടം തുടരാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. മദ്യനിരോധനത്തിന് ശേഷം മദ്യവിൽപ്പന കൂടുകയാണ് ചെയ്തത് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഈയിടെ പുറത്തു വന്ന സർക്കാർ കണക്കുകൾ അടക്കം അത് തന്നെയാണ് പറയപ്പെടുന്നത്. 2023 ഡിസംബർ 31 അപേക്ഷിച്ച് 2024 പുതുവത്സര ആഘോഷത്തിൽ 95.69 കോടിയുടെ മദ്യം വിറ്റഴിക്കപ്പെട്ടു. ഇത് 12.86% കൂടുതലാണ്. 2023 ഡിസംബർ 31 2022 ക്രിസ്മസ് രാവിനെ അപേക്ഷിച്ച് മദ്യവിൽപ്പന 37.23% കൂടുതലായിരുന്നു. 2024 ഡിസംബർ 24 25 ഇടയിൽ കേരളത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ 152.06 കോടിയുടെ വിൽപ്പന രേഖപ്പെടുത്തി. പുതുവത്സര ആഘോഷ വേളയിൽ കേരളത്തിലെ മദ്യപ്രേമികൾ ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് അവർ അത് 180 കോടിയുടെ മദ്യം കഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 2024 പുതുവത്സര ആഘോഷവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ വിൽപ്പന 13 കോടി രൂപ വർദ്ധിച്ചു. ഇത് എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് എത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ ഏക ലഹരി പാനീയ മൊത്ത വ്യാപാരിയായിട്ടുള്ള കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ അവരുടെ കണക്കുകൾ പുറത്തുവിട്ടതനുസരിച്ചിട്ട്, അതായത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 278 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയാണ് സംസ്ഥാനത്തെ മദ്യം വിറ്റഴിച്ചത് എന്നുള്ളതാണ്. അതായത് 2022-23 സാമ്പത്തിക വർഷത്തിൽ 18,510 കോടിയിൽ നിന്ന് 19,088 കോടിയായിട്ട് ഇത് ഉയർന്നു. അപ്പോൾ വർഷങ്ങളായിട്ട് ബിയർ മദ്യ വിൽപ്പനയിലൂടെ കേരള സംസ്ഥാന ഖജനാവ് വൻ നികുതി പിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇത് 16,609 കോടി രൂപ, 2022-23 16,189 കോടി രൂപയിൽ നിന്ന് എന്തായി മാറി? കുറച്ചുകൂടെ മുകളിലേക്ക് 110 കോടി കൂടി കൂടുതൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഒരു കണക്ക് പറയട്ടെ. അതായത് 3.34 കോടി ജനസംഖ്യയിൽ 32.9 ലക്ഷം മദ്യം കഴിക്കുന്നവരാണ്. ഇതിൽ 28.9 ലക്ഷം പുരുഷന്മാരും 3.1 ലക്ഷം സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഏകദേശം 5 ലക്ഷം പേർ ദിവസവും മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 1043 സ്ത്രീകൾ ഉൾപ്പെടെ 83,851 പേർ മദ്യത്തിന് അടിമകളാണ്. ദേശീയ തലത്തിൽ 15 വയസ്സിന് മുകളിലുള്ള മദ്യപിക്കുന്നവരുടെ ശരാശരി എണ്ണം എന്ന് പറയുന്നത് 18.8 ആണെങ്കിൽ കേരളത്തിൽ അത് 19.9 ആണ് എന്നുള്ളത് സർവേ പറയുന്നു. എന്തുമാത്രം കുടിയാണെന്ന് ആലോചിച്ച് നോക്കി. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം മദ്യപിക്കുന്നവരുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ മദ്യ ഉപയോഗം കേരളത്തിൽ നടക്കുന്നതായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ 18.7% പുരുഷന്മാരും നഗരമേഖലയിൽ 21% പുരുഷന്മാരും മദ്യപിക്കുന്നു എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഏറ്റവും കുറവ് മദ്യപാനികളുള്ള ജില്ല ഏതെന്നറിയാമോ? മലപ്പുറമാണ്. ഇവിടെ 7.7% പുരുഷന്മാരാണ് മദ്യം ഉപയോഗിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മദ്യപിക്കുന്ന ജില്ല ഏതാണ്? വയനാടാണ്. ഇവിടുത്തെ സ്ത്രീകൾക്കിടയിലുള്ള ശരാശരി അവരുടെ ഉപയോഗം എന്ന് പറയുന്നത് 1.2% സ്ത്രീകൾ മദ്യപിക്കുന്നു. ഇനി ബാറുകൾ അടച്ചുപൂട്ടിയ 2013 മുൻപ് വരെ കേരളത്തിൽ ഒരു വർഷം ആകെ രജിസ്റ്റർ ചെയ്യുന്ന മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? 1000-ൽ താഴെ മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ 2015 ശേഷം കേരള പോലീസ് മാത്രം 4105 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കൂടാതെ എക്സൈസ് വകുപ്പ് 1430 കേസുകൾ വേറെയും രജിസ്റ്റർ ചെയ്തു.
പിടിയിലായവരുടെയൊക്കെ എണ്ണത്തിൽ പ്രായപൂർത്തിയാകാത്തവരുടെ എണ്ണത്തിലുള്ള വളർച്ചാ നിരക്ക് എന്ന് പറയപ്പെടുന്നത് ഭീതിതമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതേപോലെ അബ്കാരി കേസുകളുടെ വൻ വർധനയും പരിശോധിക്കപ്പെടേണ്ടതാണ്. 2012 10,000-ൽ താഴെ മാത്രം ഉണ്ടായിരുന്ന അത്തരം കേസുകളുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് 2014 13,676 2015 ആയപ്പോഴേക്കും കേസുകളുടെ എണ്ണം 10,092 അതിനുശേഷം കാലാകാലങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 2024 കേരളത്തിൽ 27,701 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാപ്പിക് സബ്സ്റ്റാൻഡേർഡ്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെയും ഒപ്പം തന്നെ മയക്കുമരുന്ന് ദുരുപയോഗത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന പഞ്ചാബിൽ പോലും 9,025 രേഖപ്പെടുത്തിയ കേസുകളുടെ 3 ഇരട്ടിയാണ് നമ്മുടെ കേരളത്തിൽ. അത് മറന്നു പോകരുത്. കൂടാതെ റിപ്പോർട്ടുകൾ പ്രകാരം 2024 ഇന്ത്യയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഏറ്റവും ഉയർന്ന നിരക്ക് എന്ന് പറയപ്പെടുന്നതും കേരളത്തിലാണ്. 1,00,000 ആളുകൾക്ക് 78 കേസുകൾ. പഞ്ചാബിൽ ഇത് വെറും 30 കേസുകൾ മാത്രമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 87,101 കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തെ അപേക്ഷിച്ച് 130% വർധനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വന്ന തീപിടുത്തത്തിൻ്റെ കാരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കാരണം കണ്ടെത്താൻ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. വേണമെങ്കിൽ ചില നുണകൾ കൂടി അതിനോടൊപ്പം പറഞ്ഞു വെക്കും. പത്തനംതിട്ടയിലെ MP കഴിഞ്ഞ ദിവസം ആരോപിച്ചതുപോലെ ഗോഡൌണിലെ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു, അനുമതി പോലും വാങ്ങാതെ അതിനായിട്ട് വൈദ്യുതി കണക്ഷൻ എടുത്തിരുന്നു, അങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ വന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് മഹാനായ പത്തനംതിട്ട MP പറഞ്ഞത് ഓർമ്മ കാണും. എന്നാൽ ഇവിടെ തീപിടുത്തം ഉണ്ടാക്കിയവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അല്ലാതെ വെറുമൊരു പ്രഹസന അന്വേഷണം അത് ആർക്ക് വേണം? മദ്യമുതലാളിമാർക്കും ലോബികൾക്കും കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇതിൽ നിന്നും ലാഭം കൊയ്യുന്ന എല്ലാ ചെറ്റകളെയും അകത്താക്കണം. ഇത് പലവട്ടം നടന്ന തീപിടുത്തങ്ങളുടെ ആവർത്തനമാണ് എന്ന് മറന്നു പോകരുത്. ഇപ്പോൾ ബെവ്കോയുടെ CMD ഹർഷിത അട്ടല്ലൂരി അദ്ദേഹത്തിന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പോലും അറിയില്ല. കാരണം ഈ രാഷ്ട്രീയ നപുംസകങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള കേസുകൾ തെളിയിക്കപ്പെടുവാനോ ഇതിനകത്ത് പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മദ്യത്തിൻ്റെ കണക്ക് വെച്ച് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ ഒന്ന് മനസ്സിലാക്കുക. മദ്യത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന കോടികളിലൂടെ നഷ്ടപ്പെടുന്നത് പല കുടുംബങ്ങളുടെയും അത്താണിയാണ് എന്ന് മറന്നു പോകരുത്. അതുപോലെ തന്നെ 15 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ലഹരി ഉപയോഗം അല്ലെങ്കിൽ അതിന് താഴെ തട്ടിൽ തന്നെ തുടങ്ങുന്ന ലഹരി ഉപയോഗത്തെ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇങ്ങനെ ലഹരി ഉപയോഗത്തിലേക്ക് വിദ്യാർത്ഥികൾ അടക്കം ചെന്നുപെടുന്നത് ഭീതിതമായ ഒരു കാഴ്ചയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം ഉള്ളത്, പക്ഷെ അവരെക്കാട്ടിലും 3 ഇരട്ടി ഉപയോഗം കൂടുതലുള്ള കേരളം ഇപ്പോൾ ലഹരിയുടെ അടിസ്ഥാനത്തിൽ, ലഹരി ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നുള്ള വാർത്ത കൂടി പറയേണ്ടിയിരിക്കുന്നു. ഖേദകരമാണ്. അപ്പോൾ ഇത്തരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരു കേരള നാടായി ഇത് മാറാതിരിക്കണമെങ്കിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്. ആ അന്വേഷണത്തിൽ ഈ ഇപ്പോൾ കത്തിച്ചാമ്പലായി തീർന്നുപോയ അല്ലെങ്കിൽ തീ പടർത്തിയെടുത്ത ഈ ബിവറേജസ് കോർപ്പറേഷനിൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ, മദ്യലോബികൾ, ഇതിനോടൊപ്പം നിൽക്കുന്ന ഈ ബിവറേജസ് കോർപ്പറേഷനിലെ തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ വളരെ കൃത്യമായി കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ നൽകിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനമുണ്ടാകൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.